മുഖ്യമന്ത്രി എത്തുമ്പോൾ ഞാൻ തിരിച്ചു നോമിലേക്ക് എത്തും. എന്തായാലും വേനൽ അവധി കഴിഞ്ഞ് അധ്യയന വർഷം തുടങ്ങുമ്പോൾ പാലക്കാട് പുത്തൂർ UP സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ യാത്രയിൽ ഒപ്പം ചേരുകയാണ് ന്യൂസ് 18 സംഘം. ഒന്ന് കണ്ടുവരാം അല്ലേ. വെക്കേഷനൊക്കെ കഴിഞ്ഞ് കൂട്ടുകാർ സ്കൂളിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഈ സമയത്തൊക്കെ സാധാരണ മഴയുണ്ടാവും, പക്ഷേ മഴയൊന്നുമില്ല. എങ്കിലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണുള്ളത്. എന്തായാലും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. നമുക്ക് അവരുടെ കൂടെ ഒന്ന് പോയി നോക്കാം. വെക്കേഷനൊക്കെ അടിപൊളിയായിരുന്നു. സ്കൂളിൽ പോകുമ്പോ ചെറിയ സങ്കടമുണ്ടോ? എന്തേ ഒരു പേടി. എന്താ പേടി? എന്തിനാ സ്കൂളിൽ പോകുമ്പോ പേടിക്കുന്നത്? അല്ല, ക്ലാസ് മാറുമ്പോ ഒരു പേടിയില്ല. എത്രയിലേക്കാണ്? 7ക്ക്. ഏതാ സ്കൂളിന്റെ പേരെന്താ? പുത്തൂർ സ്കൂൾ, GUPS പുത്തൂർ. ഇയാളോ? സ്കൂളിലേക്ക് പോവല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണോ? ഹാപ്പി. എത്രയിലേക്കാ? 60ക്ക്. പേരെന്താ? ശിവാഞ്ജലി. സ്കൂളിലേക്ക് ഇപ്പൊ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോവല്ലേ? അടിപൊളിയല്ലേ? പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടും. എങ്ങനെയുണ്ട്? പേരെന്താ? അൻസര. പുത്തൂർ സ്കൂളിൽ. എത്രയിലേക്കാ? 6th. ഇങ്ങനെ അടിപൊളിയല്ലേ? എന്നും ഇങ്ങനെ തന്നെയാണോ പോവുക? നടന്നു പോകാറാണ്? നടന്നും പോവാ, അച്ഛൻ കൊണ്ടുപോകും. എന്താ അടിപൊളിയല്ലേ സ്കൂൾ? ഹാപ്പിയാണോ? എത്രയിലേക്കാ? 3-ലെത്തിയോ? LKG. മോന്റെ പേരെന്താ? പേരെന്താ? നിരഞ്ജൻ. അടിപൊളി. വെക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു. വെക്കേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള ഒരു സങ്കടം ഉണ്ടാവില്ല നമുക്ക്. സാധാരണ ഇങ്ങനെ കുറേ ദിവസങ്ങൾ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്ന് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുന്നു. പക്ഷേ കൂടുതൽ കൂട്ടുകാരെ കിട്ടും, ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സന്തോഷം അവർക്കുണ്ട്. എന്തായാലും ഇങ്ങനെ ഇപ്പം നമ്മൾ ഉള്ളത് ഈ പുത്തൂരിലാണ്. പുത്തൂർ UP സ്കൂളിലേക്കുള്ള കൂട്ടുകാരുടെ കൂടെയാണ് നമ്മളുള്ളത്. എന്തായാലും നമുക്ക് പുത്തൂർ സ്കൂളിലേക്ക് ഒന്ന് പോവാം. വേനലവധിയുടെ ഹാങ് ഓവർ ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നാളെ ആവുമ്പോഴത്തേക്ക് ഇതിലൊക്കെ മാറ്റം വരും. കാരണം പുതിയ കൂട്ടുകാരെ കിട്ടുന്നു, പിന്നെ അധ്യയനത്തിന്റെ ദിവസങ്ങൾ, അങ്ങനെ സ്കൂളിലെ അന്തരീക്ഷത്തിൽ മുഴുകി കുട്ടികൾ അങ്ങനെ യാത്ര തുടരും. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്.